സർക്കാർ രാജ്ഭവൻ തർക്കത്തിനിടെ നാളെ മന്ത്രിമാരായ ആർ ബിന്ദുവും പി രാജീവും ഗവർണറെ സന്ദർശിക്കും. ചർച്ചകൾക്കിടെയും താൽക്കാലിക വൈസ് ചാൻസലർ നിയമനത്തിൽ സുപ്രീംകോടതിയിൽ ഉപഹർജി നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. സിസ തോമസിന്റെയും ശിവപ്രസാദിന്റെയും നിയമനം തടയണമെന്നാണ് ആവശ്യം. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വിസിമാരുടെ കാര്യത്തിൽ വീണ്ടും വിചാരം വേണ്ടെന്നാണ് ഗവർണറുടെ നിലപാട്. ഡോക്ടർ സിസ തോമസിനെയും ഡോക്ടർ കെ ശിവപ്രസാദിനെയും വൈസ് ചാൻസലറായി അംഗീകരിക്കാനേ കഴിയില്ല എന്നതാണ് സർക്കാർ നിലപാട്. അവരെ പദവികളിൽ നിന്ന് മാറ്റാൻ ഏതറ്റം വരെ പോകാനും തീരുമാനിച്ചു. അതിന്റെ ഭാഗമായാണ് സുപ്രീംകോടതിയിൽ ഉപഹർജി നൽകാനുള്ള തീരുമാനം. സുപ്രീംകോടതി വിധിയുടെ ലംഘനമാണ് നടന്നതെന്ന് കോടതിയെ അറിയിക്കുന്ന സർക്കാർ നിയമനം റദ്ദ് ചെയ്യണമെന്നും ആവശ്യപ്പെടും. താൽക്കാലിക വിസിയുടെ കാര്യത്തിൽ സർക്കാരിനോട് പോരടിക്കാൻ തീരുമാനിച്ച ഗവർണർക്ക് സ്ഥിരം വിസിയുടെ കാര്യത്തിൽ സമവായം വേണമെന്നാണ് ആഗ്രഹം. ഉദ്യോഗസ്ഥ തലത്തിലുള്ള ചർച്ചകൾക്ക് ഗവർണറുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ദേവേന്ദ്രകുമാർ ദേദാവത്ത് മുൻകൈയെടുത്തു. ഉച്ചയ്ക്ക് ശേഷം 3:30 രാജ്ഭവനിലെത്താൻ ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി ഷർമിള മേരി ജോസഫിനോട് ആവശ്യപ്പെട്ടെങ്കിലും ഉദ്യോഗസ്ഥ പോകേണ്ടതില്ലെന്ന തീരുമാനമാണ് സർക്കാർ എടുത്തത്. നാളെ മിനിസ്റ്റർമാരുടെ സന്ദർശനത്തിന് ശേഷം സെക്രട്ടറി പോകുന്ന കാര്യം ആലോചിക്കാമെന്നാണ് അവർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.